നമസ്കാരം. ന്യൂസ് ഡയറി കേരളത്തിന്റെ അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങൾ എന്ന പ്രോഗ്രാമിന്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. അറിവിന്റെ വീതിയിൽ അടിപൊളി സമ്മാനങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുവാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു നൽകിയിരിക്കുന്നത് കവലിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ട്രേഡേഴ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് ആണ്. അവർ നൽകുന്ന മനോഹരമായ സമ്മാനങ്ങളുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പാം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് കവലിയൂർ ജംഗ്ഷനിലാണ്. ഒരു അടിപൊളി മീശയൊക്കെ ആയിട്ട് ഇരിക്കുന്ന മാവൻ്റെ പേരെന്താണ്? വിജയൻ. വിജയൻ അല്ലേ? ഇത് എത്ര നാളുകൊണ്ട് വളർത്തുന്നത് ഇങ്ങനെ മീശ, ഇങ്ങനെ പഴയ കൊമ്പം മീശ? അത് കുറേ കാലങ്ങളുണ്ട്. ഓക്കെ. ആ നല്ല സമയത്തും ചെറുപ്പകാലത്ത് ഇത് കണക്ക് തന്നെ മീശ തന്നെ വെച്ചിരുന്നു അല്ലേ? അന്ന് ഇത് കൊമ്പം മീശ എന്ന് പറയുമ്പോഴത്തേക്ക് കാണുന്നവർക്ക് തന്നെ ഒരു പേടി തോന്നും. അന്നത്തെ കാലം അങ്ങനെ, ഇന്നിപ്പോൾ പ്രായമൊക്കെ ആയില്ലേ. അപ്പോൾ ഞങ്ങളുടെ കൈവശം പാം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമുണ്ട്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മനസ്സിൽ ഇരിപ്പുണ്ട്, മറന്നു. ഗംഗാനദി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഗംഗാനദി അല്ല, വൃദ്ധഗംഗ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. അപ്പോൾ ഇന്ന് നല്ല ചൂടുണ്ടായിരുന്നു രാവിലെയല്ല, ഇപ്പം ഒരു മഴക്കോള് കാണുന്നുണ്ട്. ചൂടിന് കുറവില്ല, ചൂട് കുറവുണ്ട് ഒരു സ്വല്പം. ഇന്നലത്തെ അപേക്ഷിച്ച് ഒരു ശകലം, ഒരു 2 മഴ അത്യാവശ്യമാണ്. അത്യാവശ്യം. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ കൈവശം കവലിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ട്രേഡേഴ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു സമ്മാനമാണുള്ളത്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗംഗ തന്നെ. ഗംഗയല്ല. അറിയില്ല. അപ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. പാം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ളൊരു സമ്മാനമാണ് ഞങ്ങളുടെ കൈവശമുള്ളത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. എവിടെ പോകുന്നു? പോങ്ങനാട്. സ്വന്തം സ്ഥലം കവലൂർ തന്നെ? ബന്ധുവീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ഒരു സമ്മാനം കൂടെ വാങ്ങിച്ചിട്ട് പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഏത് നദിയാണ്? പഠിച്ചിട്ടൊക്കെ എത്രയോ കാലമായി നമുക്ക്. ഗംഗയാണ്. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് അറിയത്തില്ല. അപ്പോൾ മറ്റാരെങ്കിലും പറയാൻ നോക്കാം. കവലിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. പാം ട്രേഡേഴ്സ് പോയിട്ടുണ്ടോ? പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് പോയിട്ടുണ്ട്. പെയിന്റ് എടുത്തിട്ടുണ്ട്, വീട്ടാവശ്യത്തിനൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ വില കുറവുണ്ട്. അപ്പോൾ ഏഷ്യൻ, ബെർജർ, ഡ്യൂലെക്സ്, ടർബോലെക്സ് കമ്പനികളുടെ പെയിൻറ്റ്സാണ് അവിടെ ലഭിക്കുന്നത്. പിന്നെ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് നമുക്ക് കളേഴ്സ് എല്ലാം സെലക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടിയുണ്ട്. തന്നെയാണ് പോയത്? ഒറ്റയ്ക്ക് പോയത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക. ചോദ്യം ഇതാണ്: വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അതിനെപ്പറ്റിയൊന്നും അത്ര അറിവില്ല, എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ കവലിയൂർ മറ്റാരെങ്കിലും പറയാം എന്ന് നോക്കാം. പാം ട്രേഡേഴ്സ് നൽകുന്ന മനോഹരമായിട്ടുള്ള സമ്മാനം നേടണമെങ്കിൽ ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക. കഴിഞ്ഞ ദിവസം അടുത്ത് വെച്ചൊരു സമ്മാനം നഷ്ടപ്പെട്ടല്ലേ? അല്ലേ? മഹാകവിയുടെ പേര് മറന്നുപോയി. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ചോദ്യം ഇതാണ്: വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? വൃദ്ധഗംഗ ഒരു നദിയാണ്. കേരളത്തിലുള്ള ഇത്തിരി പുറത്തോട്ടാണ്. യമുന അല്ല. ഗംഗ അല്ല. അറിയില്ല. അപ്പോൾ ഇപ്രാവശ്യവും സമ്മാനം നഷ്ടപ്പെട്ട് നമ്മൾ അണ്ണന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അണ്ണനെ ചിരിച്ചുകൊണ്ടൊന്ന് സമ്മാനം വാങ്ങിക്കുന്നത്. എന്തായാലും മറ്റൊരു അവസരത്തിലാവട്ടെ. കവലിയൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന പാം ട്രേഡേഴ്സ് പെയിന്റ്സ് ആൻഡ് ഹാർഡ്വെയർസ് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത്? വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അറിയില്ല. അതിൻ്റെ ശരിയുത്തരം അറിയണ്ടേ? അണ്ണന് പറഞ്ഞു കൊടുക്കണം. കാര്യം എന്ന് പറയുമ്പോൾ ഈ ചൂടത്ത് കിടന്ന് ഓടുന്നതാണ്. എങ്ങനെയുണ്ടല്ലോ ചൂട്? അപാര ചൂട് തന്നെ. ഇന്നിപ്പോൾ ഒരു ചെറിയൊരു ആശ്വാസമുണ്ട്, ചെറിയൊരു മഴ പെയ്തല്ലേ?
അല്ലെങ്കിൽ ഈ സമയമാകുമ്പോഴത്തേക്ക് ഉരുകി ഇറങ്ങിയെങ്കിൽ. അപ്പോൾ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരി നദിയാണ്. ഗോദാവരി ആന്ധ്രയിലൂടെയാണ് അത് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. മഹാരാഷ്ട്രയിലാണ് അതിൻ്റെ ഉത്ഭവം. അപ്പോൾ വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി നദിയാണ്. പാം ട്രേഡേഴ്സ് നൽകുന്ന സമ്മാനം നേടുവാൻ അണ്ണനും സാധിച്ചില്ല, ഞങ്ങൾ നേരത്തെ ബന്ധപ്പെട്ടവർക്കും സാധിച്ചില്ല. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളും മനോഹരമായിട്ടുള്ള സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ നിങ്ങളുടെ വീതികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും എത്തുക. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ അൻഷാദ് മാസ്മരികയോടൊപ്പം RS നിഷാദ്, ന്യൂസ് ഡയറി കേരളം. കോസ്റ്റ്യൂം പാർട്ണർ RK ഫാബ്രിക്സ് ആൻഡ് വെഡിങ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, വർക്കല റോഡ്, കല്ലമ്പലം.